Hi friends, welcome back to my channel. ഇന്ന് ഞാനൊരു ഐസ്ക്രീം റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കിയാലോ. നമ്മൾ ഈ ഐസ്ക്രീം വന്നിട്ട് വെറും 5 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനായി വേണ്ടത് പാല്, 1/2 ലിറ്റർ പാല്, 250 ml കപ്പിന് 2 കപ്പ് പാല്, സെയിം കപ്പിന് പഞ്ചസാര ഒരു 1/2 കപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, പിന്നെ 1/2 ലിറ്റർ പൊന്ന് പുറമെ ഒരു 1/4 കപ്പ് പാൽ കൂടി വേണം. വാനില എസൻസ് വന്നിട്ടൊരു 1 ടീസ്പൂൺ, വിപ്പിംഗ് ക്രീം വന്നിട്ടൊരു 1 കപ്പ്. ഇതാണ് നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പം നോക്കിയാലോ നമുക്ക് എന്തൊക്കെ. ആദ്യം നമ്മളൊരു പാത്രത്തിലോട്ട് 2 കപ്പ് പാലൊഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. 250 ml കപ്പിന് 2 കപ്പാണ് എടുക്കുന്നത്, അതായത് 1/2 ലിറ്റർ പാല്. നമ്മൾ 1/2 ലിറ്റർ പാല് പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം, തിളപ്പിച്ചെടുക്കണം. അത് തിളച്ച് വരുമ്പോഴേക്കും നമ്മളൊരു 1/4 കപ്പ് പാല് ഒരു ബൗളിലോട്ട് ഒഴിച്ചിട്ട് അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ വാനില കസ്റ്റാർഡ് പൗഡറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫ്ലേവർ വേണമെങ്കിൽ അതും എടുക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ട് പാലിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നും കുത്താൻ പാടില്ല. നമ്മുടെ പാൽ ഏകദേശം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ 1/2 കപ്പ് പഞ്ചസാര, 250 ml കപ്പിൽ ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഇളക്കിയെടുക്കാം. പഞ്ചസാര കുറച്ചായി ഇട്ടെടുക്കുന്നതാണ് നല്ലത്. നമ്മൾ പഞ്ചസാര ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ പഞ്ചസാര ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ വാനില മിക്സ് 1/4 കപ്പ് പാലിൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ മിക്സ് ചെയ്ത് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്ത് വാനില മിക്സ് ഇതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കണ്ടിന്യൂസ്ലി ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് കട്ട കുത്തുകയുള്ളൂ. കണ്ടിന്യൂസ്ലി ഇളക്കിയിട്ട് ഒരു തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അത് ചെയ്യേണ്ടത്. കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കാൻ വേണം, അല്ലെങ്കിൽ താഴെ പിടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാവുന്നതാണ്. ഇത് ബൗളിലോട്ട് മാറ്റിയിട്ട് റൂം ടെമ്പറേച്ചറിൽ ഇത് തണുക്കാൻ വയ്ക്കണം. ഒപ്പം തന്നെ ഇടയ്ക്കിങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പാടമാതിരി മീതെ സെറ്റിലാവുകയുള്ളൂ. അതിന് ശേഷം നമ്മൾ ഫ്രീസറിൽ ഒരു 1/2 മണിക്കൂർ വെച്ചെടുക്കണം. 1/2 മണിക്കൂർ തണുത്തതിന് ശേഷം ഫ്രീസറിൽ വയ്ക്കണം. 1/2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഈ ഒരു പാകമാവും. അപ്പോൾ നമുക്ക് ഇത് പുറത്തോട്ട് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ട സാധനങ്ങളാണ്. ബീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഹുക്സ് 2 ഞാൻ ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാനുള്ള 1 കപ്പ് വിപ്പിംഗ് ക്രീമും 1 ടീസ്പൂൺ വാനില എസൻസുമാണ്. അപ്പോൾ നമ്മൾ 250 ml കപ്പിന് 1 കപ്പ് വിപ്പിംഗ് ക്രീം പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് ഒപ്പം തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. 1 ടീസ്പൂൺ വാനില എസൻസ് ആണിത്. വിപ്പിംഗ് ക്രീമും വാനില എസൻസും കൂടി നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ലോ മീഡിയം ടു ഹൈ അങ്ങനെ പോകാൻ പാടുള്ളൂ. ലോന്ന് മീഡിയം പിന്നെ ഹൈ. ഒരു പീക്ക് കൺസിസ്റ്റൻസി, പീക്ക് ഫോർമേഷൻ വരുമ്പോൾ നമുക്ക് നിർത്താവുന്നതാണ്. അതുവരെ ഇത് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ക്രീം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പീക്ക് ഫോർമേഷൻ മാറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു ഫോർമേഷൻ ഇതാണ് അതിൻ്റെ ഒരു പാകം. ഈ ഒരു പാകമായ നമുക്ക് ഈ കസ്റ്റാർഡ് മിൽക്ക് മിക്സ് ഇതിലോട്ട് ചേർക്കാവുന്നതാണ്. ഈ കസ്റ്റാർഡ് മിക്സ് ഇതുകൊണ്ട് നമ്മൾ ഫ്രീസറിൽ ഒരു 1/2 മണിക്കൂർ വെച്ചെടുത്തതാണ്. നമ്മൾ ഈ കസ്റ്റാർഡ് മിക്സ് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒരു 2-3 തവണ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്യാവുന്ന, ജസ്റ്റ് ഒന്ന് മിക്സ് ആവുന്നത് വരെ ഒരു മീഡിയം സ്പീഡിലിട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിൽ നിങ്ങൾക്ക് ഫുഡ് കളർ ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 2 പിഞ്ച് ഫുഡ് കളർ, യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക ബീറ്റർ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇത് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതൊന്ന് കവർ ചെയ്തിട്ട് ഫ്രീസറിൽ ഒരു 2.5 മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വെക്കാം. 2.5 മണിക്കൂർ കേട്ടോ, നന്നായി കവർ ചെയ്തിട്ട് വെക്കണം ഫ്രീസറിൽ. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രീസറിലൊന്ന് വെക്കാവുന്നതാണ് 2.5 മണിക്കൂർ. 2.5 മണിക്കൂർ. അപ്പോൾ 2.5 മണിക്കൂർ ഞാൻ അത് ഫ്രീസറിൽ വെച്ച് എടുത്തിട്ടുണ്ട്. 2.5 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് എടുത്തതാണ് നിങ്ങളുടെ ഐസ്ക്രീമിൻ്റെ ടെക്സ്ചർ ഇതെങ്ങനെയോ. ഇനി നമ്മൾ ഒന്നും കൂടിയും ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തെടുക്കണം. മീഡിയം ടു ഹൈയിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എന്നാൽ നമ്മുടെ ഐസ്ക്രീമിന് തികച്ചും ആ പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു നല്ലൊരു ടെക്സ്ചറും ഒക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റേജ് ഇതിൽ ചെയ്യുന്നത്. ഈ ഒരു സ്റ്റേജിൽ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക നമ്മുടെ ഐസ്ക്രീം അപ്പോൾ ഏകദേശം 95% റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നന്നായി ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് ഒരു ഓവർനൈറ്റ് 6 to 7 hour നമ്മൾ ഫ്രീസറിൽ വെക്കണം. അതിന് ശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് 6 to ഒരു ഓവർനൈറ്റ് ഇതൊന്ന് ഫ്രീസറിൽ കവർ ചെയ്ത് വെച്ചിട്ട് ഇതങ്ങനെ നന്നായി കവർ ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഏകദേശം 95% റെഡി ആയിട്ടുണ്ട്. നന്നായി കവർ ചെയ്തിട്ട് ഇതൊരു ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒരു 6 to 7 hour ഫ്രീസറിൽ വെച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതൊരു 7 hours ഫ്രീസറിൽ വെച്ചെടുത്തിട്ടുണ്ട്. ഇതാ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ടൂട്ടി ഫ്രൂട്ടി വെച്ച് ഗാർണിഷ് ചെയ്തെടുത്തേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ പുതിയൊരു കുക്കിംഗ് വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.